ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മിയമ്മ വന്ന് പറയും, മോൻ പോവാല്ലേ, പെട്ടെന്ന് പൊയ്ക്കോ, താമസിക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയും, പെട്ടെന്നൊന്നും പോകണ്ടമ്മേ, എന്തായാലും ഇപ്പോൾ ഉച്ചയല്ലേ, ഓട്ടോ ഒന്നും കിട്ടത്തില്ല, പിന്നെ ഞാൻ എവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല, കിട്ടേണ്ട ഓട്ടോ ആണെങ്കിൽ കിട്ടും, സ്റ്റാൻഡിൽ തന്നെ കിടക്കണം നിർബന്ധമൊന്നും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, എന്നാലും അവിടെ പോയി കിടന്നാൽ ഇനി കൂടുതൽ ഓട്ടം കിട്ടിയാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ലക്ഷ്മിയമ്മേനെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയും, എൻ്റെ ഫോൺ മറന്നുപോയി, അതൊന്ന് എടുത്തിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ഫോൺ എടുത്ത് കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം പറയാം, പെട്ടെന്ന് കൊണ്ടുപോകാൻ മോളെ, അവന് പോകാൻ തിടുക്കമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സച്ചി വീണ്ടും പറയും, എനിക്കൊരു തിടുക്കമില്ല, അമ്മ എന്താ നിന്ന് വിറയ്ക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അമ്മയ്ക്ക് എന്തോ പറ്റിയാലോ, എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ ആകെ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുവാണ്, അതെ അമ്മ ഫുഡ് കഴിച്ചില്ലല്ലോ, ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ്, ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ കൈയും കാലും വിറയ്ക്കും എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുക, എന്നാൽ അമ്മ പോയി ഫുഡ് കഴിക്കുക, ഞാനെന്തായാലും ഇപ്പോഴൊന്നും പോകുന്നില്ല, ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊന്നും മയങ്ങണം, എന്നാലേ ശരിയാവുള്ളൂ, ഞാനൊന്ന് പോയി കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മയുടെ നെഞ്ചിൽ ആദ്യം കൂടുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാം, അതെ അമ്മ, വീട്ടിലും അങ്ങനെ തന്നെ സച്ചേട്ടൻ, ഞാൻ എന്തായാലും സച്ചേട്ടന് കിടക്കാൻ വേണ്ടി മുറിയിൽ പായം തലവണ്ണയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മയുടെ ഉള്ള ബോധവും കൂടെ പോവുകയാണ്. സച്ചിയാണെങ്കിൽ മുറിയിൽ പായം തലവണ്ണയൊക്കെ വിരിച്ച് കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് നമ്മുടെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഓട്ടം വന്നാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയും, ഓട്ടോ ഒന്നും വരുമല്ല, ഉച്ച സമയമല്ലേ, ഉച്ചയ്ക്ക് ആര് വിളിക്കാനാ, അല്ലെങ്കിൽ ഓട്ടോ ഇല്ല, അപ്പോഴാണ് നട്ടുച്ചയ്ക്ക് വിളിക്കുന്നത്, അമ്മ പോയി ഫുഡ് കഴിച്ചിട്ട് അമ്മയും കുറച്ച് നേരം കിടക്ക് എന്ന് പറയുവാണ് കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ലക്ഷ്മിയമ്മ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും സച്ചിക്കെല്ലാം വിരിച്ചു കൊടുത്തിട്ട് രേവതി മുറി അടയ്ക്കുവാണ്. എന്നിട്ട് ലക്ഷ്മിയമ്മയോട് പറയാണ്, വാ നമുക്ക് പോയി വല്ലതും കഴിക്കാം, ഇങ്ങനെ നോക്കി എന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയ്ക്ക് ആകെ ദേഷ്യവും വിഷമമൊക്കെ വരുവാണ്. എന്നാലും രേവതിയോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെയാണ്. സുധി നേരത്തെ വീട്ടിലെത്തുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുവാണ്, എന്താ മോനെ നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർക്കൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയാണ്, എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, എന്തെല്ലാം കഴിഞ്ഞു എന്ന്, എൻ്റെ ജോലി പോയമ്മേ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴാണ്, അമ്മ ഇത്രയും ബുദ്ധിയുള്ളവരൊന്നും ഈ ലോകത്ത് ആർക്കും ആവശ്യമില്ല, ബുദ്ധി കൂടിപ്പോയതാണ് എൻ്റെ കുഴപ്പം, ഇത്ര ഒന്നും ഞാൻ പഠിക്കാൻ പാടില്ലായിരുന്നു അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട്, നിന്നെപ്പോലെ ബുദ്ധിയുള്ള മനുഷ്യർ ഈ ലോകത്ത് കുറവാണ്, പക്ഷേ നീ എന്നാ കാണിച്ചിട്ടാണ് നിൻ്റെ ജോലി പോയത്, നിന്നെ കൊണ്ട് ഒരിടത്ത് പോലും ഒരു മാസം തികച്ച് നിൽക്കാൻ പറ്റുമല്ലടാ, നീ എന്തിനാ ജോലി ഉപേക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയുക, അതിന് ഞാൻ ഉപേക്ഷിച്ചതല്ല, ആ മണ്ടൻ MD എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്ന് പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നൊരു ക്ലയൻറ്റ് വന്നു, അവർക്ക് കരിമീനും മറ്റേ മീനും ചെമ്മീനും ഒക്കെ മേടിക്കാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം എന്നിട്ട് പറയുകയാണ്, അതെന്നാ നീ അവരുടെ വേലക്കാരനാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയാം, ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നല്ലേ, അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഞാനും തിരിച്ച് ദേഷ്യപ്പെട്ടു, അങ്ങനെ അയാൾക്ക് ആ ക്ലയൻറ്റിനെ പോയി അത് പറഞ്ഞിട്ട് അയാൾ എന്നെ പറഞ്ഞു വിട്ടതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ്, ഇതെങ്ങാനും ശ്രുതി അറിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും, അവൾക്ക് നിന്നെ ഒരു വിലയും ഉണ്ടാവുകയല്ല, പോട്ടെ രേവതിയോ സച്ചിയോ ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാലത്തെ അവസ്ഥ എന്താ, പിന്നെ ആരും നിന്നെ ഒരു വിലയും തരുവേല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയും, ഇപ്പം തൽക്കാലം നീ ഇതാരോടും പറയണ്ട, എത്രയും പെട്ടെന്ന് വേറൊരു ജോലി കണ്ടുപിടിക്കുക, അത് കഴിയുമ്പോൾ ഞാൻ തന്നെ ശ്രുതിയോട് പറഞ്ഞോളാം എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ശ്രുതിയോട് പറയാം, പിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് പറ്റിച്ചുകൊണ്ട് പോയ പെണ്ണില്ലേ, ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോലീസ് കേസ് കൊടുത്ത് ആ കാശ് തിരിച്ച് മേടിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, ഞാനൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഓർക്കുക, അതാകുമ്പോൾ എൻ്റെ മുകളിൽ വേറെ ആരും ഉണ്ടാവുമല്ലോ എന്നെ പറഞ്ഞു വിടാനെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുക, ആ കാശ് മേടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഫിനാൻസുകാരും മൊത്തത്തിൽ നമ്മുടെ എല്ലാ പണിയും പാളും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് സച്ചി കിടന്ന് ഉറങ്ങുന്ന സച്ചിയുടെ അടുത്ത് നമ്മുടെ രേവതി പയ്യെ ചെന്ന് ചേർന്ന് കിടക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഉറക്കിപ്പിച്ച് സച്ചി രേവതിനെ ഇങ്ങനെ വട്ടത്തിൽ കെട്ടിപ്പിടിക്കും. അങ്ങനെ സച്ചിയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുവാണ് കേട്ടോ രേവതി. ആ സമയത്ത് ലക്ഷ്മിയമ്മ അടുക്കളയിൽ ഒരു പാത്രം എടുത്തിട്ട് സ്പൂൺ വെച്ച് ആ പാത്രത്തിലിട്ട് തുരുതുരാ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി ചാടി എഴുന്നേറ്റിട്ട് എന്ന് ചോദിക്കും, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ, സച്ചിയാണ് അവിടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോഴേക്ക് ലക്ഷ്മിയമ്മ പറയാം, എടി എഴുന്നേറ്റ് അവനോട് വീട്ടിൽ പോകാൻ പറ, നീ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പറയുകയാണ്, അമ്മയൊന്നും മിണ്ടാതെ പൊക്കി, സച്ചിയാണ് അവിടെ കിടന്ന് ഉറങ്ങട്ടെ കുറച്ച് നേരം, ആകെ ക്ഷീണിച്ചും അടുത്ത് വന്ന എന്ന് ലക്ഷ്മിയമ്മയോടും തിരിച്ച് രേവതിയും ചെറുതായിട്ട് ദേഷ്യപ്പെട്ട് പറയുവാണ് കേട്ടോ. ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ ചന്ദ്രമതി അറിഞ്ഞാലോ എന്ന് ഓർത്ത് പിന്നെ ആദ്യം കയറി അവിടെ നിൽക്കുവാണ്.
അത് കഴിഞ്ഞ് കാണിക്കുന്ന ശ്രുതി വീട്ടിലെത്തുവാണ് കേട്ടോ. ശ്രുതി വീട്ടിലെത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ ഇന്ന് നേരത്തെ വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്നും ഇങ്ങനെ മിണ്ടാണ്ടാകെ ടയേർഡായതുപോലെ ഇരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കുവാണ്, നിനക്ക് കാശ് കിട്ടിയല്ലോ അല്ലേ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി മറന്നു പോകും കേട്ടോ, കള്ളം പറഞ്ഞ കാര്യം. എവിടുന്ന്? അല്ല നീ നിൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ ഒരു പാർലറിൽ പോയതാണെന്നല്ലേ പറഞ്ഞു. അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പറയുവാണ്, നീ എന്തോ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറയാമെന്ന് പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ വരുമ്പോൾ, അതെന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സത്യം പറയാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന് ചന്ദ്ര പെട്ടെന്ന് വിഷയം മാറ്റി വിടുവാണ്. എന്നിട്ട് പറയാം, ഒന്നുമില്ല മോളെ, അവനിന്ന് ആകെ ടയേർഡായിട്ടാണ് വന്നേ, മോൾക്കും ഭയങ്കര ക്ഷീണമുണ്ടല്ലോ, ആകെ ടയേർഡായിട്ടിരിക്കുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ്, അതൊന്നും സാരമില്ല ആൻറ്റി, ഈ മാസം നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഫിനാൻസുകാർക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാശ് കൊടുക്കാൻ പറ്റും. നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ലല്ലോ, ശ്രുതിക്കും ഇത്തവണ സാലറി കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കുമൊക്കെ ആകെ അടി കിട്ടിയ പോലെ ആവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുവാണ് നമ്മുടെ ശ്രുതി, അതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടൊക്കെ നടന്നു പോകും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രൻ പറയുവാണ്, ശരിയാ മോളെ, എല്ലാം നടക്കും, നിങ്ങളെന്തായാലും പോയി റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്താണ് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത് വീട്ടിലോട്ട്. രവീന്ദ്രൻ കയറി വരുമ്പോഴേക്കും ചന്ദ്രമതി അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായി പോയ കാര്യം ചോദിക്കുമ്പോൾ, കയറി ഇറങ്ങിയാൽ എന്താ, അടുത്ത മാസം തൊട്ട് ഇനി പെൻഷൻ കാശ് കിട്ടും എന്ന് പറയുമോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് സന്തോഷമാവാണ്, ശ്രുതിക്കും സന്തോഷമാവാണ് കേട്ടോ. അവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ ചെന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഫുഡൊന്നുമില്ല. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ഇന്ന് ഇവിടെ സച്ചി വന്നായിരുന്നല്ലോ, അവനൊന്നും കഴിക്കാൻ ഇല്ലായിരുന്നല്ലോ, നീ എന്താ അവൻ്റെ കാര്യമൊന്നും നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അവൻ ഉച്ചയ്ക്ക് കയറി വരുമെന്ന് ഞാനറിഞ്ഞോ, ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് അതുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ അവൻ ഓരോന്ന് തോന്നുന്ന പോലെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കയറി പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ സച്ചിയെ വിളിച്ച് ഫുഡ് കഴിച്ചോ എന്നറിയാൻ വേണ്ടി ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, കഴിച്ചു, നല്ലപോലെ കഴിച്ചു, രേവതിയുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും, അതെങ്ങനെയാണ് രേവതി ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഇത് കേൾക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും പറയും, ഞാനിവിടെ രേവതിയുടെ വീട്ടിലാണ്, ഒരുപാട് കറികളുണ്ടായിരുന്നു അച്ഛാ, ഞാനൊരു കാര്യം ചെയ്യാം, വൈകിട്ടും ഇവിടുന്ന് കഴിച്ചിട്ടാണ് വരുന്നത്, കുറച്ച് അച്ഛനമ്മ എടുത്തുകൊണ്ട് വരാം, നാളെ നമുക്ക് പുട്ടും മീൻകറിയും ആക്കാം രാവിലെ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേട്ട ചന്ദ്രമതി അവിടെ കിടന്ന് വെച്ച് വെക്കുക, അവൻ രേവതിയുടെ വീട്ടിൽ പോയോ, അവൻ എന്തിനാ ഇപ്പോൾ രേവതിയുടെ വീട്ടിൽ പോയേ, ആടിമാസമാണെന്ന് അവൻ അറിയാൻ പാടില്ലേ, അവൻ അവിടെ പോയി കഴിക്കാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ ഫോൺ കട്ട് ചെയ്തിട്ട് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതിയോട് പറയുവാണ്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇത് ലോക പ്രശ്നമൊന്നും അല്ലല്ലോ, അവനോട് പോയെന്ന് ഓർത്ത് ഇപ്പോൾ എന്തോ സംഭവിക്കാനോ, നിനക്കിവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കാൻ കഴിയുമല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുവാണ്. അവനേലും പോയി വല്ലതും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെ എന്ന് ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ട് പറയുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുവാണ്. ശ്രുതി വന്നിട്ട് പറയുകയാണ്, അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയെങ്കിൽ ഇനി തൊട്ട് ശ്രുതിനെ എൻ്റെ മുറി കിടത്തണം കേട്ടോ അമ്മേ എന്നിങ്ങനെ പറയുവാണ്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് പിന്നെ ദേഷ്യം വരുവാണ്. ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് പറയുവാണ്, ഒന്ന് കയറി പോയടാ, ഓരോരുത്തന്മാരും വന്നോളും, ഭാര്യയുടെ അടുത്തോട്ട് പോകണം കിടത്തണം എന്നും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഇതൊക്കെ കാണുന്ന രവീന്ദ്രന് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. കഴിയുമ്പോൾ രവീന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് കയറി പോവാണ് കേട്ടോ. ശ്രുതിയും പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവരെ അകറ്റി നിർത്തിയിട്ടും ഇവർ ഒരുമിച്ച് ആണല്ലോ എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ ചന്ദ്രമതി. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത് ആരെ വിളിച്ച് ഇതൊന്ന് അകറ്റണം എന്നോർത്തിങ്ങനെ ചിന്തിച്ച ദേഷ്യവും സങ്കടം